ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ പോകണട്ടോ. അത്ര വലിയ ആഗ്രഹമൊന്നുമല്ല, പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ടട്ടോ. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹമാണ്. എന്താണെന്ന് പറയുക, ഒരു സിനിമയ്ക്ക് പോകണട്ടോ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇതുവരെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം. എങ്ങനെ പോയാലും ഞാൻ ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സിനിമ തിയേറ്ററിൽ പോകണം കേട്ടോ. ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണോ കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ 2 പേര് വന്നു, ഇനി ബാക്കി 2 പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് അവിടെ പോയി ഭയങ്കര പോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയി ചോദിച്ചപ്പോൾ സമയമായിട്ടില്ല, തരാൻ സമയമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ വെയിറ്റ് മെഷീൻ ഉണ്ട്. അപ്പോൾ വെയിറ്റും നോക്കി അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് അവർ രണ്ടാളിൻ്റെ വരവ്. അങ്ങനെ വന്നത് കുറച്ച് നേരം ഞങ്ങൾ വളവളാന്ന് സംസാരിച്ചിട്ടുണ്ടാട്ടോ. കാരണം കുറേ നാളിന് ശേഷമാണ് കാണുന്നത്. ഇവള് ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു ദിവസം ലീവുള്ള, നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവളാണ് ഇവള് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ എടുക്കാം, തിന്നാൻ മേടിക്കുന്നതൊക്കെ നീ എടുത്തുകൊണ്ട് അവളൊക്കെ ഞാൻ കടയിലാക്കി വിട്ടിട്ട് തിന്നാനൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് തിന്നാനൊക്കെ മേടിച്ചു. പോകുമ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടറിൽ ആൾ ഭയങ്കര തിരക്കായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയോ ഈ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത സീറ്റാണെന്നൊക്കെ പറയുന്നത്. കാരണം ഈ സീറ്റിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഷോ തുടങ്ങാൻ സമയമായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്ന ഷോ തുടങ്ങാൻ സമയമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു 100 രൂപൻ്റെ കാര്യമുള്ളൂ എന്നാണ് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലാവും. പക്ഷെ കൊണ്ടുപോകാൻ ആരും വേണം, കൂടെ വരെ ഒരാളൊക്കെ വേണ്ട, എന്നല്ലല്ലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഈ 18 വയസ്സ് വരെ എനിക്ക് ഇതിൽ കാല് ചവിട്ടാൻ പറ്റില്ല. ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പോകുമ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇരുട്ടത്ത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ സീറ്റൊക്കെ തപ്പി ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പഠിച്ച് അങ്ങനെ ഏകദേശം ഇല്ല, എനിക്ക് അറിയാം പക്ഷെ ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിലും അത് നമ്മൾ സാധിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. ആ സാഹചര്യമായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ. ഇതാണോ നിൻ്റെ നടക്കാത്ത ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നവർ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ചെറിയ സന്തോഷങ്ങളില്ലേ, അതൊക്കെ മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കാൻ നോക്കുക. നടക്കാത്ത ഇത്രയും ഇതുപോലും എന്നെപ്പോലെ ചിലപ്പോൾ തിയേറ്ററിൽ കയറാത്തവരുണ്ടാവാം, അങ്ങനെയൊക്കെ പല സാഹചര്യത്തിലുള്ളവരുണ്ടാവാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് അത് സാഹചര്യം കൊണ്ടാണ്, അല്ലാണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും എനിക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എത്രയും കാലം പോകാത്തുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കിട്ടി, അപ്പോൾ ഞാൻ പോയി. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയം വേണ്ടേ. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങിയിട്ടാണ്. അങ്ങനെ സിനിമയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂലായിട്ട് അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ടാറ്റാ, ബൈ.